വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സനി. അപ്പോൾ നമ്മൾ എന്താണെന്നുള്ള ഒരു കുഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കേണ്ടതാണ് വേണ്ടിയിട്ടാണ് ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. അപ്പോൾ ബിസി എന്ന് ചോദിച്ചാൽ വലിയ ബിസി ഒന്നുമല്ല, പക്ഷെ ബിസിയാണ്. കാരണം നമുക്ക് ഫസ്റ്റ് ടാസ്ക് നമുക്ക് ചെമ്മാട് വരെ പോകണം. ചെമ്മാട് വരെ പോയിട്ട് നമുക്ക് ടി ടി അടിക്കേണ്ട കാര്യം. ടി ടി മീൻസ് എന്നെ 2 ദിവസം മുന്നേ പൂച്ച ഒന്ന് മാന്തി. ആ പൂച്ച മാന്തിയിട്ട് ടി ടി അടിക്കണം. 4 ഗഡുവായിട്ടാണ്. ഇപ്പോൾ 2 ഗഡു കഴിഞ്ഞ് ഇനി 3ാമത്തെ ഗഡുവാണ് ഇന്ന്. അപ്പോൾ ഞാനും അഞ്ജലി മോളും ചിലപ്പോൾ ആര്യമോളും ചിലപ്പോൾ സനും ഞങ്ങൾ ഗ്യാങ്ങായിട്ട് പോയരിച്ചു. ഏതായാലും വെറുതെ പോകില്ല. അപ്പോൾ ഞാൻ ഗ്യാങ് അടിച്ച് പോയരിച്ചു. അപ്പോൾ 8 മണിക്കാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞിട്ടോ. ഇപ്പോൾ സമയം 8 മണിയായി, പക്ഷെ 8 മണിക്ക് തന്നെ പോകേണ്ടതായിരിച്ചു. അപ്പോൾ ഗൈസ് എന്താ പറയുക, അപ്പോൾ 8 മണിക്ക് ഇനി 5 മിനിറ്റ്. പക്ഷെ അത് നമ്മളെന്തായാലും 8 മണിക്ക് ഇറങ്ങില്ല, നമ്മൾ 9 മണി ആകുമ്പോഴേക്ക് വരും. അപ്പോൾ നമുക്ക് പോവാം, വേഗം കഴിയുന്ന സംഭവം. അപ്പോൾ നമുക്ക് പോകുമ്പോൾ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഭയങ്കര മഴ കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ അപ്പോൾ കണ്ടിട്ട് സിറ്റൗട്ടിൽ ഇങ്ങനെ മഴ കണ്ട് ഇരിക്കുകയായിരുന്നു. രാവിലത്തെ ആ മഴ ആയപ്പോഴേക്കും സനും വരുമ്പോഴും പറഞ്ഞു ഞങ്ങളില്ലാന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരാണ് പോയത്. അപ്പോൾ അഞ്ജലി മോൾക്ക് എന്താ ഡോക്ടർ ജസ്റ്റ് ഒന്ന് കാണിക്കണം, ജലദോഷത്തിൻ്റെ ചെറിയ സിംറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 2 കൂടി പോയി ഞങ്ങൾ പോയത് ഇവിടെ ചെമ്മാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ്. അവിടേക്കാണ് പോയത് കേട്ടോ. അപ്പം അവിടെ ആദ്യം ടോക്കൺ എടുക്കാനൊരു ടോക്കണൊക്കെ വേണം കേട്ടോ. ഫീസൊക്കെ എനിക്ക് ഇതിനകത്തൊരു വലിയ അറിവില്ല. ഞങ്ങൾ നാട്ടുകാർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോലെ ചെമ്മാട്ടേക്ക് ഞാൻ പോകാറില്ല. പക്ഷെ അഞ്ജലി മോൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. നമ്മളിപ്പോൾ ഡോക്ടറെ കാണിച്ചു, മരുന്ന് വാങ്ങിച്ചു, സൂചി വെച്ചു. അപ്പോൾ നമ്മൾ പോകാൻ പോവുകയാണ്. അല്ല, ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കണം. ഇവിടെ ഇപ്പോൾ ചിൽഡ്രൻസ് പാർക്കും സംഭവങ്ങളൊക്കെ ആയി. അന്ന് ഞങ്ങൾ ചെറുതായി വന്ന ഒരു അലാക്കിൻ്റെ ക്യൂ മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. ഭയങ്കര ക്യൂ ആയിരിക്കും. അതാണ് ഞങ്ങൾ ഇവിടുത്തെ മെയിൻ അന്ന്, ക്യൂവും വെയിലും. അതല്ല, സനൂനെ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് അമ്മ അവിടെ ബാട്ടിലായിരുന്നു. ഞാനും അച്ഛനോട് വന്നിട്ട് ഈ മരത്തിൻ്റെ ചോട്ടായിരുന്നത്. അച്ഛനക്ക് 5 രൂപ 10 ഫ്രൂട്ടി മേടിച്ചിരുന്നു. ഇത് ഈ മരത്തിനോടന്നിരുന്നു. ഓടി നെക്സ്റ്റ് അവിടുന്ന് വന്നതിന് ശേഷം അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു ബുക്ക് സ്റ്റോളിൽ കേട്ടോ. അപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റിയ കുറേ ബുക്സൊക്കെ നോക്കി. പക്ഷേ എനിക്ക് അവിടെ ഇപ്പോൾ വനിത മാത്രമേ കണ്ണിൽ വന്നുള്ളൂ. വേറെ ഒന്നും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നില്ല. ഇൻട്രസ്റ്റിംഗ് ആയൊരു ബുക്കും വായിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോഴാണ് ഞാൻ കളിക്കുടുക്കാൻ മിന്നാമിന്നി അന്നുമോക്ക് പറ്റിയുള്ള ടൈപ്പ് ഓഫ് ബുക്കാണ് കണ്ടത്. പക്ഷേ കളിക്കുടുക്കയും മിന്നാമിന്നിയൊന്നും വായിച്ചത് മനസ്സിലാക്കാനുള്ളൊരു പ്രായം അവൾക്കായിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അവളുടെ ഈ 1.5 വയസ്സ് പ്രായത്തിൽ കുട്ടികൾക്ക് എടുക്കാൻ പറ്റൊരു ബുക്ക് നോക്കി. അപ്പോൾ അവർ എന്താ പറയുക, ഈ പിക്ചേഴ്സിൻ്റെ ബുക്കുണ്ടല്ലോ, ആനിമൽസിൻ്റെ, ഫ്രൂട്ട്സിൻ്റെ, അങ്ങനെയൊക്കെ വലുതായിട്ടുള്ള പിക്ചറുള്ള ബുക്കുകൾ എനിക്ക് തന്നിട്ടാണ്. ഞാൻ അതാണ് വാങ്ങിച്ചത്. അത് വലിയ കാര്യമൊന്നുമില്ല. കൊടുന്ന 2 ദിവസം നല്ല ഭംഗിയിലൊക്കെ നോക്കി. പിന്നെ ഹുദാഹവ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ പോയി ചെറിയ കുഞ്ഞൊരു കൂൾ ബാറിലേക്കാണ്. എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാതിരിച്ചു. അപ്പോൾ ഞങ്ങൾ പപ്സും ജ്യൂസും ആയിട്ടൊക്കെ വാങ്ങിച്ച് ഓർഡർ ചെയ്ത് കഴിച്ച്. അത് കഴിച്ചതിന് ശേഷം കഴിച്ചിറങ്ങിയപ്പോഴേക്കും പിന്നെയും മഴ ചെയ്തു. അപ്പോൾ പിന്നെയും കട കുറച്ചേരം ലോക്കായി. മഴ മാറിയതിന് ശേഷം ഞങ്ങൾ അന്നുമോക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ടത്, ഒരു ചെരുപ്പും കുഞ്ഞൊരു ഷൂ, അങ്ങനെ വീട്ടിലേക്ക് ഇടാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഡ്രസ്സല്ല ഇങ്ങനത്തെ ചപ്പലൊക്കെ വാങ്ങിക്കേണ്ടതുണ്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് പറ്റിയ വെറൈറ്റി നമുക്ക് ഈ പ്രായത്തിൽ സൗണ്ടിൻ്റെയും ലൈറ്റിൻ്റെ ഒക്കെ ഒരു ആകർഷണ സമയമില്ലേ. അപ്പം ഞാൻ അങ്ങനത്തെ ചെരുപ്പ് നോക്കി. പക്ഷെ അതൊന്നും അവളുടെ സൈസിന് അവളുടെ പാകത്തിന് പറ്റി ഉണ്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര പറ്റ ചെറുതും കുറച്ച് വലുതുമായിരുന്നു. അപ്പോൾ അവർക്ക് പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടോ. വീട്ടിൽ നാട്ടിൽ ഇറങ്ങിയപ്പോഴേക്കും ഭയങ്കര മഴയെന്ന്. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക, അത്ര ഒരു കുടയിലുള്ള ഞങ്ങൾ നല്ല നനഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.